ഹലോ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു തന്ന വൈറൽ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? ബനാന ഫ്ലംബേ വിത്ത് ഐസ്ക്രീമാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലിയ ഏത്തപ്പഴം ഞാനൊരു 8 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബനാന പീസസ് ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേമാതിരി ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് റമ്മും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റമ്മും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലാംബേ ചെയ്യുന്നില്ല കേട്ടോ. ഈ സോസ് ഇനി ഇതിൽ കിടന്നൊന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കുക്കായി ഇതേമാതിരി ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്കൂപ്പ് വനില ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് ഈ ബനാന പീസസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ വറുത്തത്, ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന ഫ്ലാംബേ വിത്ത് വനില ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയപ്പം ഇത്രയും ടേസ്റ്റി ആവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടി എമൗണ്ട് ഉണ്ടാക്കിയേനെ. അടിപൊളി ടേസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം. ഇതിൻ്റെ ഈ കോക്കനട്ട് ഫ്ലേക്സ് നമ്മൾ അവസാനം ഇടുന്നതുണ്ടല്ലോ, മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സും കൂടി വരുമ്പോണ്ടല്ലോ, എൻ്റെ അമ്മേ പൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ലാലേട്ടന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഈ റെസിപ്പി പറഞ്ഞു തന്നതിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.